ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. എഡ്ഫിൽ ലേണിങ്ങിൻ്റെ എൻലൈറ്റ് എന്ന കോഴ്സിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. നമ്മളിപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് നമ്മളിപ്പോൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ റിസർച്ച് മെത്തേഡ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൈക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, PYQ അനാലിസിസ്, കോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കോറിലേഷൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഈ ഒരു ക്ലാസ്സിലെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കോറിലേഷനും അതുപോലെ ടൈപ്സ് ഓഫ് കോറിലേഷൻ ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഓഫ് ചേഞ്ച്, ഈ ഒരു കാര്യമായിരിക്കും ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് സ്കെയിൽ ഓഫ് ദ മെഷർമെൻറ്റ്സ് ഹാസ് അബ്സല്യൂട്ട് സീറോ പ്രസൻറ്റ് ആയിരുന്ന ഏത് സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിലാണ്? 2023 ഡിസംബറിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ PYQ മാച്ച് ടു ലിസ്റ്റ്, 2 ലിസ്റ്റുകൾ തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടൈപ്പ് ഓഫ് കോറിലേഷൻ വിത്ത് നേച്ചർ ഓഫ് വേരിയബിൾ. ഓക്കെ, മനസ്സിലായല്ലോ. ലിസ്റ്റ് 1 ടൈപ്പ് ഓഫ് കോറിലേഷൻ ആണ്. എന്താണ്? പ്രൊഡക്റ്റ് മൂവ്മെന്റ് കോറിലേഷൻ, ബൈസിയൽ കോറിലേഷൻ, 5 കോയിഫിഷ്യന്റ്, പോയിന്റ് ബൈസിയൽ കോറിലേഷൻ, വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ അടുത്ത് എന്താണുള്ളത്? ലിസ്റ്റ് 2 എന്താണുള്ളത്? നേച്ചർ ഓഫ് വേരിയബിൾ, 1 കണ്ടിന്യൂസ് വേരിയബിൾ ആൻഡ് 1 അപ്പാരൻ്റ്ലി ഡൈക്കോട്ടോമസ്, 2 ഡൈക്കോട്ടോമസ് വേരിയബിൾ, 2 കണ്ടിന്യൂസ് വേരിയബിൾ, 1 കണ്ടിന്യൂസ് വേരിയബിൾ ആൻഡ് 1 ജെനുവിൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ്. വിച്ച് കോറിലേഷൻ പ്രൊവൈഡ്സ് എ മെഷർ ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ കണ്ടിന്യൂസ് വേരിയബിൾ ആൻഡ് 2 കാറ്റഗറിക്കൽ ഓർ ഡൈക്കോട്ടോമസ് വേരിയബിൾ? 2025 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ്? പ്രൊഡക്റ്റ് മൂവ്മെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ്, പാർഷ്യൽ കോറിലേഷൻ, പോയിന്റ് ബൈസിയൽ കോറിലേഷൻ, 5 കോയിഫിഷ്യന്റ്. നാലാമത്തെ ചോദ്യം. ടു കാൽക്കുലേറ്റ് ദ കോറിലേഷൻ ബിറ്റ്വീൻ എ ജെന്യുവൻലി ഡൈക്കോട്ടോമസ് വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ വി ഹാവ് ടു യൂസ് ബൈസീരിയൽ കോറിലേഷൻ, പോയിന്റ് ബൈസീരിയൽ, ടെട്രാകോറിക്, 5 കോയിഫിഷ്യന്റ്. അപ്പം ഇതാണ് ഈ ഒരു 4 ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി നമ്മൾ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഒരു 4 ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളും നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കഷനിലേക്ക് പോകാം. ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കോറിലേഷൻ. എന്താണ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഒരുപാട് നമ്മളെ ഡിഗ്രി ഡെസേർട്ടേഷൻ അല്ലെങ്കിൽ PG ഡെസേർട്ടേഷനിലൊക്കെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് കോറിലേഷൻ എന്നുള്ളത്, നമ്മുടെ ഡെസേർട്ടേഷൻ വർക്കിലൊക്കെ. അപ്പോൾ എന്താണ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ? കോറിലേഷൻ ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ആൻഡ് ഡിസ്ക്രൈബ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾ. സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾ എന്ന് പറയാം. അതല്ലെങ്കിൽ ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ. കോറിലേഷൻ നമുക്ക് പറയാൻ പറ്റും എന്ത്? ഡിഗ്രി ഓഫ് അസോസിയേഷൻ. ഓക്കെ, ഇതൊരിക്കലും ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് അല്ല. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിൾ തമ്മിൽ കോറിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ അല്ല. കാരണം എന്താ പറയുന്നത്? ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, 2 വേരിയബിൾസ് ആർ കോറിലേറ്റഡ്. നമ്മൾ കോമൺലി പറയാറുള്ള ഒരു എക്സാമ്പിൾ ആണ് എന്ത്? 2 വേരിയബിൾസ് ആർ കോറിലേറ്റഡ് ഡസ് നോട്ട് മീൻ ദാറ്റ് വൺ കോസ് ദ അതർ. എന്താ എക്സാമ്പിൾ? ഐസ്ക്രീം സെയിൽസ് ആൻഡ് ഷാർക്ക് അറ്റാക്സ് ബോത്ത് റൈസ് ഇൻ ദ സമ്മർ മന്ത്സ് ഡ്യൂ ടു ദ വാർമർ വെദർ, ബട്ട് ഈറ്റിംഗ് ഐസ്ക്രീം ഡസ് നോട്ട് കോസ് ഷാർക്ക് അറ്റാക്ക്. ഓക്കെ, സിംപ്ലി നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇതൊരിക്കലും കോസ് ആൻഡ് എഫക്റ്റ് അല്ല എന്നുള്ളത്. നമ്മൾ കോറിലേഷൻ ഒരു 1 വേർഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? ഡിഗ്രി ഓഫ് അസോസിയേഷൻ. ഇനി കോറിലേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ആർ എന്ന ലെറ്ററിലാണ് കോറിലേഷനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 to -1 ഇടയിലായിരിക്കും അതിൻ്റെ റേഞ്ച് ഉണ്ടാവുക. ഇഫ് R ഈസ് ഈക്വൽ ടു 1, R ഒന്നാണ് എന്നുണ്ടെങ്കിൽ the 2 variable move exactly together in positive way. രണ്ടും പോസിറ്റീവ് ആയിരിക്കും, രണ്ടും ഒരേപോലെ ആയിരിക്കും എന്ത് ചെയ്യുക? സഞ്ചരിക്കുക. If R is equal to -1, they move exactly opposite to each other. മൈനസ് ആണ് എന്നുണ്ടെങ്കിൽ. If R is equal to 0, there is no connection between them. ഓക്കെ, ഇത് മൂന്നും ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ പറഞ്ഞതാണ്. ഇനി നമ്മൾ ഈ ഒരു കോറിലേഷൻ ചെയ്യുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഡാറ്റകളാണ് നമ്മൾ യൂസ് ചെയ്യുക കോറിലേഷന് വേണ്ടിയിട്ട് നോക്കാം. ഇന്റർവെൽ ആൻഡ് റേഷ്യോ സ്കെയിൽസ് ആർ പ്രിഫേർഡ് ഫോർ കോറിലേഷണൽ സ്റ്റഡീസ് ബിക്കോസ് ദേ പ്രൊവൈഡ് പ്രിസൈസ് കണ്ടിന്യൂസ് ഡാറ്റ വിത്ത് ഈക്വൽ ഇൻ്റർവെൽസ്. ഈക്വൽ ഇൻ്റർവെൽസ് ഉള്ള ഒരു ഡാറ്റ ആയതുകൊണ്ട് കൂടുതലായിട്ട് ഇൻ്റർവെല്ലും റേഷ്യോയാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ സംടൈംസ് ഓർഡിനൽ ഡാറ്റ ആൾസോ യൂസ്. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓർഡിനൽ ഡാറ്റ യൂസ് ചെയ്യും. അങ്ങനെ അതിനെ റാങ്ക് ഡാറ്റയായിട്ട് റാങ്ക് ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും? അതിൽ കോറിലേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. ബിക്കോസ് എപ്പോഴും ഈക്വൽ ഇൻ്റർവെൽ ഉണ്ടെങ്കിലാണ് കോറിലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി ഈ
ഈ ഒരു സ്കെയിൽസിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഇൻ്റർവൽ സ്കെയിൽ, എന്താണ് റേഷ്യോ സ്കെയിൽ, എന്താണ് ഓർഡിനൽ സ്കെയിൽ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. Interval scale continuous in nature has equal intervals between values, not true 0 point. Simple ആണ്. Continuous in nature has equal interval between the value തമ്മിൽ equal interval ആണ്. എക്സാമ്പിൾ 0 എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോട്ട് ട്രൂ 0 point. അതാണ് ഇതിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നോട്ട് ട്രൂ 0 point. എക്സാമ്പിൾ 0 ഡിഗ്രി ഡസൻ മീൻ നോ ടെമ്പറേച്ചർ. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ടെമ്പറേച്ചർ ഇല്ലാത്തൊരവസ്ഥയെ സൂചിപ്പിക്കുന്നില്ല, മറിച്ച് അവിടെ എന്തുണ്ട്, ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അപ്പം അതാണ് ഇൻ്റർവൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി റേഷ്യോ സ്കെയിൽ എന്താണ്? കണ്ടിന്യൂസ് ഇൻ നേച്ചർ ഹാസ് ഈക്വൽ ഇൻ്റർവെൽസ് ബിറ്റ്വീൻ വാല്യൂസ് ഇൻക്ലൂഡിങ് ട്രൂ 0 point അഥവാ അബ്സല്യൂട്ട് 0. അബ്സല്യൂട്ട് 0 പ്രസൻറ്റ് ചെയ്യുന്നത് ഇതിലാണ് പ്രസൻറ്റ് റേഷ്യോ സ്കെയിലാണ് അബ്സല്യൂട്ട് 0 ഉള്ളത്. കാരണം എന്താ, ഇപ്പോൾ നമ്മൾ ഹൈറ്റ് പറയാണ്. ഹൈറ്റ് പറയുമ്പോൾ ആ ഹൈറ്റിനെ സംബന്ധിച്ച് 0 ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആബ്സെൻസ് ഓഫ് ഹൈറ്റിനാണ് സൂചിപ്പിക്കുന്നത്. സോ അവിടെ ഹൈറ്റ് എന്ന് പറയുന്ന സംഭവം വലിയ ആബ്സെൻസ് ആണ്. സോ അതാണ് അബ്സല്യൂട്ട് 0 ആണ് അവിടെ ശരിക്കും നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്. അതാണ് ഇൻക്ലൂഡിങ് ട്രൂ 0 point. ഇനി ഓർഡിനൽ സ്കെയിൽ എന്താണ്? യൂസ്ഡ് ടു അറേഞ്ച് ഓർ റാങ്ക് ഇൻഡിവിജ്വൽ ഹയസ്റ്റ് ടു ലോവസ്റ്റ്. ഓക്കെ, ഇതാണ് ഈ ഒരു സ്കെയിൽസിനെ കുറിച്ച് പറയുന്നത്. സ്കെയിൽസുമായിട്ട് ചോദിച്ച, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്കെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2023 ഡിസംബറിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് സ്കെയിൽ ആർ ഓഫ് മെഷർമെന്റ് ഹാസ് അബ്സല്യൂട്ട് 0? അബ്സല്യൂട്ട് 0 പ്രസന്റ് ചെയ്തത് ഏതിലാണ്? ഇന്റർവെല്ലാണോ? അല്ല, ഇന്റർവെല്ലിൽ നോട്ട് ട്രൂ 0 point ആണ്. ഏതാണ്? റേഷ്യോ. ഓപ്ഷൻ എന്തൊക്കെയാണ്? നോമിനൽ, ഓർഡിനൽ, ഇന്റർവെല്, റേഷ്യോ. ഏതാണ് ആൻസർ വരിക? റേഷ്യോ സ്കെയിലാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ PYQ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി കോറിലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് യഥാർത്ഥത്തിൽ ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്നുള്ളത്. ഇപ്പോൾ കോറിലേഷൻ പറയുമ്പോൾ തന്നെ കൂടുതൽ മെഡിക്കൽ സ്റ്റഡീസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മുടെ സൈക്കോളജിക്കൽ സ്റ്റഡീസ് കൂടുതലായിട്ട് നമ്മൾ കോറിലേഷൻ സ്റ്റഡീസ് ആണ് നമ്മളൊക്കെ ചെയ്ത സ്റ്റഡീസ്. കോമൺലി എല്ലാം എന്നല്ല പറയുന്നത്, മറിച്ച് കൂടുതലായിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ കോറിലേഷൻ സ്റ്റഡീസ് ആണ് യൂസ് ചെയ്യുക. സോ അത് കൃത്യമായിട്ട് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നമുക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റും കൂടിയാണ്. സോ അത് ടൈപ്പ് ഓഫ് കോറിലേഷൻ അത് 4 കാറ്റഗറി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ഡയറക്ഷൻ ഓഫ് ചേഞ്ച്, നമ്പർ ഓഫ് വേരിയബിൾ, ദ കൺസിസ്റ്റൻറ്റി ഓഫ് റേഷ്യോ ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ ദ വേരിയബിൾ, നേച്ചർ ഓഫ് വേരിയബിൾ. ഈ 4 കാറ്റഗറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടൈപ്പ് ഓഫ് കോറിലേഷൻ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ടൈപ്പ് ഓഫ് കോറിലേഷൻ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ടേം പഠിക്കാനുണ്ട്, സ്കാറ്റർ പ്ലോട്ട്സ്. നമുക്കൊക്കെ അറിയാം സ്കാറ്റർ പ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കോറിലേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് വിഷ്വലി നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ദിസ് ഡൺ ഡ്രോയിങ് ഓർ സ്കാറ്റർ പ്ലോട്ട്. അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നും പറയാം. അതിനെന്താണ് സ്കാറ്റർ ഗ്രാം എന്നും സ്കാറ്റർ ഗ്രാഫ് എന്നും സ്കാറ്റർ ചാർട്ട് എന്നും സ്കാറ്റർ ഡയഗ്രാം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതാണ് സ്കാറ്റർ പ്ലോട്ട്സ്. ഓക്കെ, ഇനി നമ്മൾ ടൈപ്പ് ഓഫ് കോറിലേഷൻ ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് അതിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏതൊക്കെ ടൈപ്സ് ആണുള്ളത്? കോറിലേഷൻ ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഓഫ് ചേഞ്ചിൻ്റെ അണ്ടറിൽ വരുന്ന ടൈപ്പ് ഓഫ് കോറിലേഷൻ ഏതൊക്കെയാണ്? പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, സീറോ കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കോറിലേഷൻ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ഇൻ വിച്ച് ബോത്ത് വേരിയബിൾസ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കും. നമുക്കറിയാം പോസിറ്റീവ് ഒക്കെ നമ്മൾ ഡിഗ്രി മുതലേ നമ്മൾ പഠിച്ചു വരുന്ന ഒരു സംഭവം കൂടിയാണ് യഥാർത്ഥത്തിൽ. സോ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണ് ഹൈറ്റ് വെയിറ്റ്. അതിൻ്റെ ഒരു സ്കാറ്റർ പ്ലോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എങ്ങനെ വരിക? ഈ ഒരു അലൈൻമെൻറ്റിലാണ് വരിക. ഇപ്പോൾ ഇത് ഹൈറ്റ്, ഇത് വെയിറ്റ് എടുത്ത് അങ്ങനെ ഉണ്ടായിരിക്കും. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വെയിറ്റ് ആൾസോ ഇൻക്രീസ്, സെയിം ഡയറക്ഷൻ. പോസിറ്റീവ് കോറിലേഷൻ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് കോറിലേഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സിംപ്ലി നമുക്ക് പറയാൻ പറ്റും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ഇൻ വിച്ച് ആൻ ഇൻക്രീസ് ഇൻ 1 വേരിയബിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡിഗ്രീസ് ഇൻ ദ അതർ വേരിയബിൾ. സോ ഹൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഇൻക്രീസ് ഇൻ ഹൈറ്റ് ഇറ്റ് ഗെറ്റ്സ് കോൾഡർ, ഡിഗ്രീസ് ഇൻ ടെമ്പറേച്ചർ. അതിൻ്റെ ഒരു സ്കാറ്റർ പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ എന്താ ഉണ്ടാവുക? ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മളിവിടെ ഹൈറ്റ് എടുത്തു, ഇവിടെ ടെമ്പറേച്ചർ എടുത്തു. ഇപ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് അനുസരിച്ച് എന്ത് ചെയ്യാണ്? ഹൈറ്റ് ഇവിടെയാണ് ഹൈറ്റ് ഏറ്റവും ഉള്ളത്, ടെമ്പറേച്ചർ അവിടെ എന്താണ്? ഏറ്റവും ലോ ആണുള്ളത്. അപ്പം ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറഞ്ഞു വരുന്ന ആ ഒരു ഫിനോമിന. അതാണ് യഥാർത്ഥത്തിൽ ആ ഒരു കോറിലേഷനാണ് നെഗറ്റീവ് കോറിലേഷൻ. 2 ഓപ്പോസിറ്റ് വേയിൽ സഞ്ചരിക്കുന്നത്. ഇനി സീറോ കോറിലേഷൻ. സീറോ എന്ന് പറഞ്ഞാൽ കൃത്യമാണ് എന്ത്? ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾ. 2 വേരിയബിൾ തമ്മിൽ യാതൊരു വിധ റിലേഷൻഷിപ്പും ഇല്ല. അതാണെന്ത്? ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ
ദ എമൗണ്ട് ഓഫ് ടീ ഡ്രങ്ക് ആൻഡ് ദ ലെവൽ ഓഫ് ഇൻ്റലിജൻസ്. അതാണ് സീറോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ സ്കാറ്റർ പ്ലോട്ട്സ് നോക്കാം. ഇതാണ് അത് ഗ്രാഫിക്കലി അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി നെക്സ്റ്റ്, ഈ ഒരു ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു കോറിലേഷൻ എന്താണെന്ന് പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു PYQ ഡിസ്കസ് ചെയ്തു. പിന്നെ ടൈപ്സ് ഓഫ് കോറിലേഷനിൽ കോറിലേഷൻ ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് എന്നുള്ള ഏരിയയും നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ടൈപ്പ് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ ക്ലാസ്സിൽ ടൈപ്പ് ഓഫ് കോറിലേഷൻ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് മാത്രമല്ലായിരുന്നുള്ളത്. ഏതൊക്കെ ഉണ്ടായിരുന്നു? നമ്പർ ഓഫ് വേരിയബിൾ, ദ കൺസിസ്റ്റൻസി ഓഫ് റേഷ്യോ ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ ദ വേരിയബിൾ ആൻഡ് നേച്ചർ ഓഫ് ദ വേരിയബിൾ. ഓക്കെ, ബാക്കി നമ്മളെ PYQ ചോദിച്ചത്, ബാക്കി 3 ക്വസ്റ്റ്യൻ ചോദിച്ചത് നേച്ചർ ഓഫ് വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ എന്നാണ്. സോ ഈ ഒരു ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഒരു ക്ലാസ്സിൽ കോറിലേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾ ഇനിയും നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഫ്രീ ആയിട്ട് എൻലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സൈക്കോളജി പേപ്പർ 2 നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇനിയും നമ്മുടെ എൻലൈറ്റ് എന്ന് പറഞ്ഞ ഫ്രീ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിലേക്ക് കയറുക, ഡെയിലി ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക. അതോടൊപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയും അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. ഓക്കെ, താങ്ക്